ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കിഴി പൊറോട്ട റെസിപ്പി ആയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇതാ കുറച്ച് ചിക്കൻ ഇടാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ വലിയ പീസായിട്ടാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇതിനെ മുറിച്ചിട്ട് ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. കിഴി പൊറോട്ടയ്ക്ക് നമുക്ക് ചെറിയ പീസാണ് വേണ്ടത്. അപ്പൊ ഇത് ഞാൻ അങ്ങനെ മുറിച്ചെടുക്കുന്നതാണ്. ഇതേപോലത്തെ വലിയ പീസ് നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുത്തതാണ്. അത് നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ പീസ് നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വലിയ പീസെല്ലാം നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് കിഴി പൊറോട്ട ഉണ്ടാക്കാനുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഞാനിതാ ഇതേപോലെ പാത്രം വെച്ച് അപ്പോൾ കുറച്ച് ചിക്കൻ പീസ് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. നക്ഷത്രക്കുട്ടിക്കെല്ലാം പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അവർക്ക് ചോറിനോട് കഴിക്കാൻ വേണ്ടി കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്. അത് ആദ്യം അപ്പം നമ്മൾ ഈ പൊരിച്ച വെളിച്ചെണ്ണയിനകത്ത് തന്നെ നമുക്ക് അതിൻ്റെ മസാലയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടിപൊളി കിഴി പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമ്മളെ ചിക്കനിൽ നമുക്ക് പൊരിക്കേണ്ട പീസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ സൂപ്പർ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കിഴി പൊറോട്ടയ്ക്ക് ആവശ്യമുള്ള ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ല ചൂടുള്ള ചിക്കൻ ഫ്രൈ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നതാണ്. ഇനിയിപ്പം നമ്മുടെ ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഉലുവ ചേർത്തു. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്ന് വാടി വരുമ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 5 പച്ചമുളക് നടുകെ ചീന്തിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് കണ്ണൂരാണ് കേട്ടോ നമ്മളെ സ്ഥലം. നമ്മുടെ ഭാഷയെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിതാ ഇത് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ വലിയ ഉള്ളി ഒരു 3 എണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളി വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വാടിക്കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാം കൂടി നന്നായിട്ട് വാടി വരുമ്പം നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാല.
അത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക, മൊത്തം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഏകദേശം നന്നായി വാടി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അരമണിക്കൂർ മുന്നേ നമ്മൾ ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഹായ്, അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി വേവുമ്പം ചിക്കൻ്റെ അകത്ത് നിന്ന് കുറച്ചും കൂടി വെള്ളം ഇറങ്ങും, അപ്പോൾ നല്ല ഗ്രേവി ആയിക്കോളും. അപ്പോൾ ഞാൻ ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ അടപ്പ് മാറ്റി കുറച്ച് സമയം ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. അധികം ഗ്രേവി നമുക്ക് ആവശ്യമില്ല. നമ്മൾ കിഴിപ്പൊറോട്ടയാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ അധികം ഗ്രേവി ആവശ്യമില്ല, നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നല്ല എരിവാണ് നമുക്ക് ആവശ്യം. അതിനു വേണ്ടി ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിഴിപ്പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇല വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് കെട്ടാനുള്ള നാരും ഞാൻ ഈ ഇലേൻ്റെ തണ്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുഭാഗം നന്നായിട്ട് ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ നടുവ് കട്ട് ചെയ്തിട്ട് ക്രോസ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, വീഡിയോയിൽ കണ്ട പോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇല വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ പൊറോട്ട വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വിത്ത് ഗ്രേവി ചേർത്ത് കൊടുക്കുക. നമുക്ക് കൂടുതൽ ഗ്രേവി ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്രേവി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയറാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി ചേർക്കാം. രണ്ടാമത്തെ ലെയർ ഒരു പൊറോട്ടയും കൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കുക. ഗ്രേവിയും ചിക്കനും എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് റൗണ്ടായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഇല നന്നായിട്ട് കെട്ടിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ 4 സൈഡും ചേർത്ത് വെച്ചിട്ട് ഞാൻ ഈ വാഴനാരിനെ കൊണ്ട് തന്നെ കെട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കുറച്ച് വാഴയിലേൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുക വേണ്ടത്. ഞാനിങ്ങനെ 7 കിഴി പൊറോട്ട റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കിഴി പൊറോട്ട കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടത്. അപ്പം ഇതിനാണ് 7 കിഴി പൊറോട്ട ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കെട്ടി ഈ ഒരു രീതിക്കായതുകൊണ്ട് ഇങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിക്കുവാണ്. കിഴി പൊറോട്ട ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ കിഴി പൊറോട്ട ഞാൻ ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. നല്ല വാഴയിലേൻ്റെ മണവും ആ ചിക്കൻ്റെയൊക്കെ ആ ഒരു മണമായിട്ട് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.